എപ്പിസോഡിന്റെ ഓപ്പണിംഗ് സീനിൽ ഹാൻസം മാനും അവരപ്പാപ്പനും അവർ രണ്ടുപേരും പൊരിഞ്ഞ അട്ടിയിടി ബാളം. ഹാൻസം മാൻ ആണെങ്കിൽ അവരപ്പാപ്പനെ ഈസി ആയിട്ട് ഫീറ്റ് ചെയ്യാൻ കഴിയുന്നുള്ള ഓവർ കോൺഫിഡൻസിലായിരിക്കും ആളോട് ഫൈറ്റ് ചെയ്യുക. പക്ഷേ ആളുടെ തന്ത്രം അത് മനസ്സിലാക്കുമ്പോഴായിരിക്കും ആള് നിസ്സാരക്കാരനായ ഒരാളല്ല എന്ന് മനസ്സിലാക്കുക. മാത്രമല്ല ആ അപ്പാപ്പൻ എന്നോട് തുറന്നു പറയും, ഞാൻ നീ കരുതും പോലെ ഒരു മനുഷ്യനല്ല, ഒരു ഏലിയനാണ്. അത് കേട്ട് ഞെട്ടും. പക്ഷെ അപ്പോഴും പതറാത്ത നമ്മുടെ ഹാൻസം മാൻ അവനാണെങ്കിൽ വലിയൊരു പവർ അത് അവന്റെ കയ്യിൽ ക്രിയേറ്റ് ചെയ്യും. അതിനുശേഷം അദ്ദേഹത്തിന് നേരെ വലിച്ചെറിയാണ്. അതങ്ങനെ ഡൈവേർട്ട് ചെയ്ത് അദ്ദേഹത്തെ അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കും. പക്ഷെ അത് ഓരോ തവണ ആളുടെ നേർക്ക് വരുമ്പോഴും ആള് ഓരോ ഭാഗത്തേക്ക് ഡൈവേർട്ടായി ആ അറ്റാക്കിൽ നിന്ന് രക്ഷപ്പെടുകയാണ്. പക്ഷെ അപ്രതീക്ഷിതമായി അത് ആളെ അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കും. അതിൽ നിന്നും അപ്പാപ്പം വെട്ടിത്തിരിഞ്ഞു വന്ന് നമ്മുടെ ഹാൻസം ബോയെ ആഞ്ഞൊരടി. ആ ഒരു അടിയിൽ പൂർവാധികം തകർന്ന് നമ്മുടെ ഹാൻസം ബോയ് അവർ തോൽവി സമ്മതിക്കും. അത്രയും നേരം ഒരുപാട് കൺഫ്യൂസ്ഡ് ആയിട്ട് നിന്ന ഗോക്കു ആണെങ്കിൽ ഇപ്പൊ അപ്പാപ്പൻ ആരാണ് തിരിച്ചറിയും. അത് മറ്റാരുമല്ല, ഗോഡ് ഓഫ് ദ ഗാർഡിയൻ. ഗോക്കുവിനാണെങ്കിൽ അത് വിശ്വസിക്കാനായിട്ട് കഴിയില്ല. ഇപ്പോ അവസാന മത്സരങ്ങളിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട ആ 4 പേരെ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. ചീച്ചി ആണെങ്കിൽ ഗോക്കുവിന്റെ അടുത്ത് മാറുകയില്ല. ഫൈനലിന് മുൻപുള്ള അവസാന 2 സെമി ഫൈനൽ മത്സരം അതിൽ ആദ്യമായിട്ട് ഏറ്റുമുട്ടാൻ പോകുന്നത് മാർഷൽ ആർട്സ് മാനും ഗോക്കുവാണ്. അവർ രണ്ടുപേരും ഗോതയിലേക്ക് വന്ന് രണ്ടുപേരുടെയും പവർ ഉപയോഗിച്ച് ഇൻവിസിബിളായും വിസിബിളായും ഫൈറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. മാസ്റ്റർ റോഷി ആണെങ്കിൽ അവരുടെ ടെക്നിക്സ് ഒക്കെ കണ്ട് ഭയങ്കരമായിട്ട് ഇംപ്രസ്ഡ് ആവും, അത്ഭുതപ്പെടും. ജനങ്ങളെ എല്ലാവരെയും സംശയുടെ മുൾമുനയിൽ നിർത്തി അവരങ്ങനെ പൊരിഞ്ഞ അട്ടികിട്ടി ബഹളം. മാൻ ആണെങ്കിൽ ഗോക്ക് തൂക്കിയെടുത്ത് വലിച്ചെറിയാണ്. ഗോക്കു ആണെങ്കിൽ ചുമരിൽ ആഞ്ഞടിച്ച് അങ്ങനെ റിട്ടേൺ വന്ന് ഇപ്പോ മാർഷൽ ആർട്സ് മാന്റെ കാൽ പിടിച്ച് മുകളിലേക്ക് എറിയും. അതിനുശേഷം അവർ മാറി മാറി പരസ്പരം ലോക്ക് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. ഗോക്കു ആണെങ്കിൽ ഇപ്പൊ മാർഷൽ ആർട്സ് മാനെ പിടിച്ച് വലിച്ച് അങ്ങനെ റൗണ്ട് ചെയ്ത് ഹോൾഡ് ചെയ്യും. പിന്നീട് അവന്റെ കാൽ പിടിച്ച് ഫ്രീസ് ചെയ്ത് അങ്ങനെ ഉയർത്തിയെടുക്കുകയാണ്. ആങ്കർ ആണെങ്കിൽ വമ്പൻ ഡയലോഗ് കൊടുത്തുകൊണ്ടേയിരിക്കുകയാണ്. അവർ രണ്ടുപേരും നല്ല ഫോഴ്സിൽ ഇപ്പൊ പവർ പുറത്തേക്ക് റിലീസ് ചെയ്യും. അതിന്റെ ആ ഒരു ഫോഴ്സിൽ ആ സ്റ്റേജ് തന്നെ തകർന്ന് അവർ രണ്ടുപേരും 2 ഭാഗത്തേക്ക് തെറിച്ചു പോവാണ്. ഇവിടെ ആ മോൺസ്റ്റർ അവനാണെങ്കിൽ ഉറപ്പിച്ചു പറയും, വാവ്, ഞാൻ കരുതിയതുപോലെ തന്നെ എല്ലാം സംഭവിക്കും. ഗോക്കു വളരെ പവർഫുൾ ആണ്, അവൻ തന്നെ ഈ മാച്ചിൽ ജയിക്കും. ഇവിടെ മാർഷൽ ആർട്സ് മാനും ഗോക്കുവിന്റെ പെർഫോമൻസിൽ ഇംപ്രസ്ഡ് ആയിട്ട് നിൽക്കുകയാണ്. 3 വർഷങ്ങൾക്ക് മുൻപ് ഞാൻ കണ്ട ഗോക്കു അല്ല നീ, ഇപ്പോ നിന്റെ പവർ കണ്ട് ഞാൻ തന്നെ അത്ഭുതപ്പെടുകയാണ്. അതിന് ഗോക്കു പറയും, നിങ്ങളുടെ ശക്തി എന്നെ ഒരുപാട് ഇംപ്രസ് ചെയ്തു. സത്യത്തിൽ നിങ്ങളും ഒരുപാട് ഡെവലപ്ഡ് ആയി കഴിഞ്ഞു. പക്ഷെ ഗോക്കു, ഞാൻ എൻ്റെ 2 ടെക്നിക്സ് അത് ഇപ്പോഴും ഉപയോഗിച്ചിട്ടില്ല. അതിലൊന്നാമത്തേത് എൻ്റെ സ്പീഡാണെന്ന് പറഞ്ഞ് അവൻ സ്പീഡിൽ ഓടി അങ്ങനെ മുകളിലേക്ക് ഫ്ലൈ ചെയ്തു പോകും. ഗോക്കു ആണെങ്കിൽ ആദ്യം അത് കണ്ട് ഒന്ന് സ്തംഭിച്ചു പോവെങ്കിലും അവനും ടെററായി ഇപ്പൊ മുകളിലേക്ക് പോവാണ്. ഗോക്കു ആണെങ്കിൽ മേഘങ്ങൾക്കിടയിലൂടെ ചുറ്റും നോക്കും. അവന്റെ പവർ അത് ഗോക്കുവിന് സെൻസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അവൻ ഗോക്കുവിന്റെ മുൻപിലേക്ക് വന്ന് അവനോട് പറയും, നിനക്ക് എന്നെ കാണാൻ കഴിയുന്നില്ല എങ്കിലും എൻ്റെ സോൾ പവർ അത് നിനക്ക് സെൻസ് ചെയ്യാൻ പറ്റുന്നുണ്ടെന്ന് എനിക്കറിയാമെന്ന് പറഞ്ഞ് ഓരോ ഭാഗത്തേക്ക് ഇൻവിസിബിളായി മൂവ് ചെയ്യും. ആണെങ്കിൽ ഞൊട്ടിയിടയിൽ അത് സെൻസ് ചെയ്ത് അവന്റെ പിന്നാലെ വന്നുകൊണ്ടേയിരിക്കുകയാണ്. ആ ഗ്യാപ്പിൽ മാർഷൽ ആർട്സ് മാൻ ആളങ്ങനെ കറങ്ങി തിരിഞ്ഞ് ഗോക്കു അറ്റാക്ക് ചെയ്യാൻ കൈവീശും. അൺഎക്സ്പെക്ടഡ് ആയിട്ട് കിട്ടിയ ആ ഒരു അടിയിൽ ഗോക്കു താഴേക്ക് പതിക്കുകയാണ്. ആങ്കർ ആണെങ്കിൽ അതൊക്കെ വലിയ ഉച്ചത്തിൽ വിളിച്ചു പറയും. ഇവിടെ മാർഷൽ ആർട്സ് മാൻ അവൻ ലാൻഡ് ചെയ്യേണ്ട താമസം ഗോക്കു കറങ്ങി തിരിഞ്ഞ് എന്റെ നേർക്ക് വീണ്ടും പഞ്ച് ചെയ്യും. പക്ഷെ മാർഷൽ ആർട്സ് മാൻ ആണെങ്കിൽ ആ ഒരു പഞ്ചിൽ നിന്നെല്ലാം ഒഴിവായി ഗോക്കുയെ ചവിട്ടി തെറിപ്പിക്കും. ലോഞ്ച് ആണെങ്കിൽ അത് കണ്ട് വലിയെന്തോ റോക്കറ്റ് വിട്ട സന്തോഷത്തെ തുള്ളിച്ചാടും. പക്ഷെ മാസ്റ്റർ റോഷിക്ക് അറിയാം എൻഡിൽ എന്താ സംഭവിക്കാൻ പോകുന്നതെന്ന്. ഗോക്കു ആണെങ്കിൽ ഇൻവിസിബിൾ ആവും. മാർഷൽ ആർട്സ് മാൻ ആണെങ്കിൽ കറക്റ്റ് ആയിട്ട് ഗോക്കുയെ സെൻസ് ചെയ്ത് പഞ്ച് ചെയ്തുകൊണ്ടേയിരിക്കും. അതിനുശേഷം ഇപ്പൊ മാർഷൽ ആർട്സ് മാൻ ഇൻവിസിബിൾ ആവുകയാണ്. എന്തെങ്കിലും ചെയ്യാൻ ശ്രമിക്കുന്നതിന് മുൻപ് തന്നെ ഗോക്കുവിന്റെ കാലിൽ ആഞ്ഞ് ചവിട്ടി അവൻ ഗോക്കുയെ താഴേക്കിടും. അതിനുശേഷം വീണ്ടും രണ്ടുപേരും പൊരിഞ്ഞ പോരാട്ടം. ഗോക്കു ആണെങ്കിൽ അവനെ കാലിൽ പിടിച്ച് മുകളിലേക്ക് വലിച്ചെറിയും. അവനാണെങ്കിൽ കറങ്ങി വന്ന് ഗോക്കുയെ കിക്ക് ചെയ്യും. ഗോക്കു ദൂരേക്ക് തെറിച്ചു പോവും. പക്ഷേ എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് അവനങ്ങനെ സ്പിൻ ചെയ്ത് കറങ്ങി വന്ന് സ്റ്റേജിൽ ലാൻഡ് ചെയ്യുകയാണ്. നമ്മുടെ ആൾക്കാരാണെങ്കിൽ ശ്വാസം വലിച്ചു വിട്ടു നിൽക്കും. ഗോക്കു ആണെങ്കിൽ അവനോട് പറയും, വാവ്, നിന്റെ ഹാർഡ് വർക്കിന്റെ റിസൾട്ട് അതെനിക്ക് നിന്നിൽ കാണാൻ കഴിയുന്നുണ്ട്. അതിനവൻ പറയും, നമുക്ക് 2 പേർക്കും അറിയാം ഈ ഫൈറ്റിൽ ആരാണ് ബെസ്റ്റ് എന്നും ആരാണ് അവസാനം ജയിക്കാൻ പോകുന്നതെന്നും. പക്ഷെ ഒരു കാര്യം ഞാൻ തുറന്നു പറയാം, നിന്റെ സ്പീഡ് അതെന്റെ അത്രയില്ല. അത് ഗോക്കുവും അഡ്മിറ്റ് ചെയ്യാണ്. ഇവിടെ നമ്മുടെ ആൾക്കാരും അവരുടെ ഫൈറ്റിനെ കുറിച്ച് ഒരുപാട് ഇവാലുവേഷൻസ് അത് പറഞ്ഞുകൊണ്ടേയിരിക്കും. ഈജിപ്പണ്ണാണെങ്കിൽ ഇപ്പൊ ഗോക്കുവിനെ തന്നെ കൺകുളിർക്കാൻ നോക്കുകയാണ്. എന്റെ ഗോക്കു അവൻ അടിപൊളിയാണെന്ന് പറയും. ഗോക്കു ആണെങ്കിൽ ഇവിടെ വാമ്പൊക്കെ ചെയ്ത് അടുത്ത സെക്ഷൻ തയ്യാറാവും. മാർഷൽ ആർട്സ് മാൻ ആണെങ്കിൽ തിരക്കിട്ട് നമുക്കിത് വേഗം തീർക്കാന്ന് പറയും. അതിന് ഗോക്കു ആണെങ്കിൽ 1 സെക്കൻഡ് നീ ഹോൾഡ് ചെയ്യണം, എനിക്ക് ഡ്രസ് ഒന്ന് ചേഞ്ച് ചെയ്യണം പറഞ്ഞ് അവന്റെ ഡ്രസ്സ് അത് റിമൂവ് ചെയ്യും. ആങ്കർ ആണെങ്കിൽ വിളിച്ചു പറയും, ഗോക്കു അവന്റെ അടുത്ത ടെക്നിക്ക് അത് എടുത്തിരിക്കുകയാണ്. അവൻ അവന്റെ ഡ്രസ്സൊക്കെ റിമൂവ് ചെയ്ത് ഇപ്പൊ കുറെ കൂടെ ഫ്രീ ആവുകയാണ്. അപ്പൊ ലോങ് ഷോട്ടിലായി ആ ഗാർഡിനെ കാണിക്കും. ആണെങ്കിൽ ആളുടെ സ്പെക്സ് ഒക്കെ വൈപ്പ് ചെയ്ത് അങ്ങനെ ക്യാഷ്വലായിട്ടിരിക്കുകയാണ്. അപ്പോഴായിരിക്കും ഗോക്കു ഡ്രസ്സ് റിമൂവ് ചെയ്യുന്ന കാര്യം അത് കേൾക്കുക. വാവ്, അവന്റെ ഫൈറ്റും സ്ട്രെങ്ത്തും അത് വേറെ ലെവലായിരിക്കും, എനിക്കത് കാണണമെന്ന് പറയും. ഇവിടെ ഗോക്കു ആണെങ്കിൽ അവനിട്ടിരുന്ന ആ ഒരു കറുത്ത ടീഷർട്ട് അത് അഴിച്ച് താഴേക്കിടും.
അതിന്റെ പവറിൽ ആ ഒരു ഫ്ലോറിലാണെങ്കിൽ ക്രാക്ക് വീഴുകയാണ്. അത് കണ്ട് മാർഷൽ ആർട്സ് മാൻ ആൾ ഞെട്ടും. ആളാണെങ്കിൽ ആ ക്ലോത്ത് എടുക്കും. അതിന് ഭയങ്കര ഭാരം. ഓ നോ ഗോക്കു, നീ ഇത്രയും ഭാരമുള്ള ഈ ഡ്രസ് ഇട്ടിട്ടാണോ ഇത്രയും നേരം ഫൈറ്റ് ചെയ്തത്? അതിന് ഗോക്കു പറയും, അതെ, ഇത് ആക്ച്വലി എന്റെ ഗാർഡിയൻ പറഞ്ഞ കാര്യമാണ്. അത് ഞാൻ ഫോളോ ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. ദൂരത്തായിട്ടാണെങ്കിൽ നമ്മുടെ ആൾക്കാരാണെങ്കിൽ ആ കാഴ്ച കണ്ട് വണ്ടർ അടിക്കും. മാർഷൽ ആർട്സ് മാൻ എന്തിനാ അത്രയും സ്ട്രെസ്ഫുൾ ആയി ആ ഒരു ഡ്രസ്സ് എടുക്കണേ? ആള് ശരിക്കും ആക്ട് ചെയ്യാണോന്ന് അവർ പരസ്പരം ചോദിക്കും. ഗോക്കു ആണെങ്കിൽ നിലത്തിരുന്ന് അവന്റെ കയ്യിലുണ്ടായിരുന്ന ആ ബാൻഡ് അത് താഴേക്കിടും. അത് താഴേക്ക് വീണ് താഴത്തെ ഫ്ലോർ ആണെങ്കിൽ വീണ്ടും കുറേശ്ശെ തകരുകയാണ്. ഇവിടെ മാർഷൽ ആർട്സ് മാൻ ആണെങ്കിൽ അവന്റെ ആ ബാൻഡും ചെരുപ്പും അതെല്ലാം തന്നെ എടുത്തു നോക്കും. അതിനൊക്കെ ഭയങ്കര ഭാരം. മാർഷൽ ആർട്സ് മാൻ ആണെങ്കിൽ ടെൻഷനാവും. ഗോക്കു, നിനക്കെന്താ വട്ടുണ്ടോ? ഇത്രയും കോമ്പറ്റീഷൻ നീ ഇത്രയും വെയിറ്റ് വെച്ചാണോ അനുസരിച്ചുകൊണ്ടിരുന്നത്? നിനക്കത് കൂടുതൽ സ്ട്രെസ് തരില്ലേ? അതിന് ഗോക്കു പറയും, മാസ്റ്റർ റോഷിയും ഇങ്ങനെ തന്നെയാണ്. അദ്ദേഹത്തിന്റെ പുറകിലുള്ള ആ ആമയുടെ തോട് അത് വളരെ ഭാരമുള്ളതാണ്. നമ്മൾ ഇങ്ങനെ ട്രെയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ കുറെ കൂടെ സ്ട്രോങ് ആവും. അതാണ് എനിക്ക് പറഞ്ഞെന്ന് പറഞ്ഞ് ഗോക്കു ആണെങ്കിൽ ഹായ് ആയിട്ട് നിൽക്കുകയാണ്. ഹാൻസം ബോയ് മൊട്ടപ്പനാണെങ്കിൽ ഇപ്പോൾ അവർ രണ്ടുപേര് സ്റ്റേജിലേക്ക് കടന്നു വരും. നിങ്ങൾ എന്തായി ചെയ്യണേ? ഡ്രസ്സൊക്കെ അഴിച്ചു മാറ്റി നിങ്ങൾ ഫൈറ്റ് ചെയ്യുന്നില്ലേ ചോദിച്ച് അവരുടെ ഡ്രസ്സും ഷൂസും എടുക്കുകയാണ്. മൊട്ടപ്പനെ കൊണ്ടാണെങ്കിൽ ആ ഷൂ ആണെങ്കിൽ മര്യാദയ്ക്ക് എടുക്കാൻ പോലും കഴിയില്ല. അവൻ ആ ഷൂസ് ഇട്ട് പതിയെ പതിയെ ആറാവ് നടക്കും പോലെ നടക്കുകയാണ്. ഇവിടെ ഹാൻസം ബോയ് ആണെങ്കിൽ ആ ഡ്രസ്സ് എടുത്ത് അതിന്റെ വെയിറ്റ് ചെക്ക് ചെയ്യും. ഓ നോ, ഇത് മിനിമം 100 കിലോ എങ്കിലും ഉണ്ടാവും. അത് കേട്ട് ചുറ്റുമുള്ളവരെല്ലാവരും ഷോക്ക് ആവുകയാണ്. ഗോക്കു ആണെങ്കിൽ അവന്റെ കാലിന് മസാജ് ഒക്കെ കൊടുത്ത്, ഇതൊന്നും അത്ര വലിയ കാര്യമല്ല. ആക്ച്വലി ഈ ഡ്രസ്സും ബൂട്ടും ഒക്കെ ഇട്ട് ഞാൻ വലിയ മലമുകളിലേക്ക് ഇതിനെ കഴിഞ്ഞും 10 മടങ്ങുള്ള വലിയൊരു പാറ അതുപോലും കെട്ടി വലിച്ചിട്ടുണ്ടെന്ന് പറയും. അവിടുന്ന് അങ്ങനെ സീൻ കട്ട് ചെയ്ത് ഇപ്പൊ ഗോക്കുവിന്റെ ട്രെയിനിങ് കാണിക്കും. അവനാണെങ്കിൽ ആ വലിയ ഷൂസും ഡ്രസ്സും ഒക്കെ ഇട്ട് വലിയ പാറയായിട്ട് മുകളിലേക്ക് കയറുകയാണ്. അതിനുശേഷം എല്ലും ട്യൂബും ഒക്കെ ദേഹത്ത് കെട്ടി അവൻ സ്പീഡിൽ നീന്തും. അതിനുശേഷം ആ ബ്ലാക്ക് മാനുമായിട്ട് ട്രെയിനിങ് എടുത്ത് അവൻ കോൺസെൻട്രേറ്റ് ചെയ്ത് മൈൻഡിനെ കൂടുതൽ സ്ട്രെങ്തനാക്കി മാറ്റും. കട്ട് ചെയ്ത പ്രസന്റ് കാണിക്കും. സത്യത്തിൽ ഇതൊന്നും എനിക്ക് വലിയ ഭാരമേ അല്ല, ഒരു ഫെദർ തൂക്കിയെടുക്കും പോലെയാണ് ഇതൊക്കെ എൻ്റെ ശരീരത്തിൽ എനിക്ക് ഫീൽ ചെയ്യാറുള്ളത്. പക്ഷെ ഞാനിപ്പോൾ കുറെ കൂടെ ഫ്രീ ആണെന്ന് പറഞ്ഞ് ഗോക്കു ആണെങ്കിൽ തുള്ളിച്ചാടും. ഇവിടെ മാർഷൽ ആർട്സ് മാൻ ആളാണെങ്കിൽ പല്ല് കടിച്ച് ടെററായിട്ട് ഗോക്കുവെ നോക്കുകയാണ്. ഗോക്കു ആണെങ്കിൽ ഒരുപാട് ഹൈറ്റിലേക്ക് എടുത്തു ചാടിയും കുട്ടിക്കർണം മറിഞ്ഞും ചുഴലിക്കാറ്റ് പോലെ വീശി അടിച്ചും നല്ല രീതിയിൽ പഞ്ച് ചെയ്തും വളരെ സ്പീഡിൽ മൂവ് ചെയ്യാണ്. മാസ്റ്റർ റോഷി ആണെങ്കിൽ അന്നിമ ചിമ്മാതെ ഗോക്കുവെ തന്നെ നോക്കും. ഞാനൊരു 100 വർഷം ട്രെയിനിങ് എടുത്താൽ പോലും എനിക്ക് ഗോക്കുവിനെ പോലായി മാറാൻ കഴിയില്ല. അവൻ ശരിക്കും നമ്മളെ എല്ലാവരും ഞെട്ടിച്ചു. ഗോക്കു ആണെങ്കിൽ ഇപ്പൊ വലിയൊരു ടൊർണാഡോ തന്നെ ക്രിയേറ്റ് ചെയ്ത് അവന് ചുറ്റും കറങ്ങി കറങ്ങി അങ്ങനെ ലാൻഡ് ചെയ്യും. ഓ, നിന്റെ ഷോ ഓഫ് അതെനിക്ക് ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞ് മാർഷൽ ആർട്സ് മാനും ഗോക്കുവും തമ്മിൽ പൊരിഞ്ഞ അട്ടിയിടി ബഹളം. അല്പനേരം ബ്രേക്ക് ഇട്ട് ഇപ്പൊ മാർഷൽ ആർട്സ് മാൻ ഗോക്കുവിനോട് പറയും, വാവ്, നീ സത്യത്തിൽ നന്നായിട്ട് ട്രെയിനിങ് എടുത്തിട്ടുണ്ട്. പക്ഷെ ഇപ്പോഴും നിന്നെ കഴിഞ്ഞും ഒരുപടി മുകളിലാണെന്ന് പറയും. ഉടനെ ഗോക്കു ആണെങ്കിൽ ചിരിച്ചുകൊണ്ട് അവന്റെ അരയിൽ കെട്ടിയിരുന്ന ആ ഒരു തുണി എടുത്ത് കാണിക്കും. അവൻ താഴേക്ക് നോക്കും. അവന്റെ പാന്റ് അഴിഞ്ഞ് ഇപ്പൊ ട്രൗസർ പുറത്ത് കാണും. മാർഷൽ ആർട്സ് മാൻ ആണെങ്കിൽ ആളുടെ പാന്റ് അങ്ങനെ വലിച്ചു കയറ്റും. ഓ നോ, ഞാൻ ആ മൂവ്മെന്റ് അത് കണ്ടുപോലും ഇല്ല എന്ന് പറഞ്ഞ് അവൻ ഒരു സെക്കൻഡ് നടന്ന് റീവൈൻഡ് ചെയ്ത് ആലോചിക്കുകയാണ്. അതിനുശേഷം വീണ്ടും ഗോക്കുവിനോട് പറയും, ഒരു മനുഷ്യനോ ബീസ്റ്റിനോ ഞാൻ ഇത്രയും സ്പീഡ് കണ്ടിട്ടില്ല എന്ന് പറഞ്ഞ് മുൻപോട്ടേക്ക് നടക്കും. പാന്റ് അഴിഞ്ഞു പോയി അവൻ താഴേക്ക് വീഴും. ഗോക്കു ആണെങ്കിൽ ഒരു തുണി അവന് തിരികെ കൊടുക്കുവാണ്. ജനങ്ങളെല്ലാവരും ആ ഒരു കാഴ്ച കണ്ട് നിർത്താതെ ചിരിച്ചു കൊണ്ടേയിരിക്കും. ഇവിടെ ലോഞ്ചിന് മാത്രം അത് അത്ര ഇഷ്ടപ്പെടില്ല. പല്ല് കടിച്ച് ബാറ്റ്സ്മാൻ ആണെങ്കിൽ ഫുൾ കലിപ്പില് ഇപ്പൊ ആ ഒരു തുണി അതങ്ങനെ റൗണ്ട് ചെയ്ത് കെട്ടി പാന്റ് ഉറപ്പിച്ചു വെക്കും. മാർഷൽ ആർട്സ് മാൻ ആണെങ്കിൽ ഇപ്പൊ വീണ്ടും ഗോക്കുവിന് നേരെ ചാടി വന്ന് ആ ഒരു ഫൈറ്റ് ആരംഭിക്കും. അതിനുശേഷം മാർഷൽ ആർട്സ് മാൻ പറയും, എന്റെ 3 കണ്ണ് പോരാ, മറിച്ച് എന്റെ 12 കണ്ണ് ഉപയോഗിച്ചാണ് ഇനി ഞാൻ നിന്നെ നേരിടാനായിട്ട് പോകുന്നത്. അത് കേട്ട് ഗോക്കു അവൻ വണ്ടർ അടിക്കുകയാണ്. ഇവിടെ മാസ്റ്ററിനാണെങ്കിൽ ഈ ഫൈറ്റ് അതെന്തായി തീരുമെന്ന് അറിയാതെ ആളുടെ ബീറ്റ് കോടി വരും. അപ്പോൾ അങ്ങനെ ക്യാമറ സൂം ഔട്ട് ചെയ്ത് ആ ഒരു മോൺസ്റ്ററിനെ കാണിക്കുന്നതോട് കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു.